നിത്യമാം സ്നേഹമേ, നിൻ കൽപ്പനയല്ലോ നിൻ തിരുഛായാചിത്രം. അഗ്രാഹ്യമാം കരുണതന്നുറവിടം ഞങ്ങൾക്കു വെളിപ്പെടുത്തി നീ. അണയുന്നിതാ നിൻ കിരണങ്ങളെ, അനുഗ്രഹിക്കൂ നീ ഞങ്ങളെ. ഇരുളാത്മാവിനെ മഞ്ഞുപോൽ ധവളമാക്കി മാറ്റുന്നു നീ. ഓ സ്നേഹനാഥ, ഇവിടല്ലോ സ്ഥാപിച്ചു നീ നിൻ കരുണതൻ സിംഹാസനം. പാപിയ മനുജന് ആനന്ദവും പ്രത്യാശയുമേ. നിർമ്മലമാം നീരുറവയിൽ നിന്നെന്ന പോൽ നിൻ തീരത്തപ്പെട്ട ഹൃദയം തുറന്ന സാന്ത്വനം ആത്മാവിലേക്കും അനുതാപമാർന്ന ഹൃദയത്തിലേക്കും ഒഴുകുന്നു. പ്രതികൂല സാഹചര്യങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന അനുഭവമാണ്. ഏതെല്ലാം വിധത്തിലാണ് നമ്മൾക്ക് അസ്വസ്ഥ ഉണ്ടാകുന്നത്? സാമ്പത്തിക നഷ്ടം, മാരകമായ രോഗങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, വീട്ടിലെ അസ്വസ്ഥതകള്, മക്കളെ കുറിച്ചുള്ള ചിന്ത, ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയുള്ള പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവമായ കർത്താവ് തരുന്ന സമാധാനം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നിലനിൽക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, യേശുവിൽ ആശ്രയിച്ചാൽ മാത്രമേ, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, യേശുവിനല്ലാതെ നമ്മുടെ ജീവിതത്തില് നമ്മളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ ലോകത്തില് നമ്മളെ രക്ഷിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന സത്യം, നമുക്ക് പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയുന്നില്ല, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പലതിനെയും ആശ്രയിക്കേണ്ട സാഹചര്യമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിൽ ആശ്രയിച്ചാൽ മദ്യത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ വലിയൊരു ലഹരിയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യേശു നമ്മളെ സ്നേഹിക്കുന്ന, യേശു നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. നമ്മളിന്ന് ഏത് പ്രശ്നത്തിലെയാണ്, ഏത് പ്രതികൂല സാഹചര്യത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്? ഏത് സാഹചര്യത്തിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഏത് സാഹചര്യത്തിനെയാണ് നമ്മൾ പ്രയാസത്തോടുകൂടി കാണുന്നത്? കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞ വാക്കുകളാണ്. ഈ വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയെ ആശ്രയിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയും. നമുക്കൊരു മാരകമായ രോഗം വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയാണ്. നമുക്കൊരു സാമ്പത്തിക നഷ്ടം വരുമ്പോൾ തകർന്നു പോകുന്ന അവസ്ഥയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്താൽ ദൈവം നമ്മളെ ഏറ്റെടുക്കും. പ്രിയമുള്ളവരെ, ദൈവകരുണയുടെ സമയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ദൈവകരുണയുടെ സമയമാണ്. ദൈവകരുണയുടെ സന്ദേശവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കരുണാസമ്പന്നനായ ദൈവം എത്ര വലിയ മഹാപാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നടന്നു പോയാലും കർത്താവിന്റെ കരുണ കൊണ്ട് നമ്മൾ അവിടുത്തെ കരങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ചെയ്തുപോയ അപരാധങ്ങളെ പറ്റി
കുറ്റബോധത്തോടെ മനസ്സിലിത് നടക്കാതെ എന്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുകയാണ്, പൂർണ്ണമായും ഈശോയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് നൽകി കർത്താവ് നമ്മളെ സ്വന്തമാക്കുന്നത് കാണുവാൻ സാധിക്കും. സ്തുതിയും മഹത്വവും പ്രവഹിക്കട്ടെ ചിത്രത്തിലേക്ക്. മനുജൻ തന്നാത്മാ